ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന പുതിന ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. അരമുറി തേങ്ങയിലേക്ക് ഒരു പിടി മിൻറ്റ് ലീവ്സ് ആണ് വേണ്ടത്. ഒരു പിടി നിറയെ വേണമെന്നില്ല, കുറച്ചളവ് കുറച്ചിട്ടും എടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളക് നോക്കിയിട്ട് 2 എണ്ണം എടുക്കാം. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതിയാവും. പുതിനയിലയുടെ പകുതി അളവിൽ മല്ലിയില എടുക്കാം. മല്ലിയിലയും പുതിനയിലയൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 or 3 ചെറിയുള്ളിയും കൂടി എടുക്കാം. മല്ലിയിലയും ചെറിയുള്ളിയും പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ആദ്യമേ ചേർത്താൽ കൂടുതലായിട്ട് അരഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാടൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. വിനാഗിരി കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്.